സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയരെ, ഈ വീഡിയോയിൽ മഹാഭാരതത്തിൽ വിവരിക്കുന്ന സുദർശന ചക്രം വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ ഉണ്ട് എന്ന വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആദിയിൽ മഹർഷിമാർ ദൈവോന്മുഖമായി വനാന്തരങ്ങളിൽ തപസ്സന്വേഷിച്ചവർ കണ്ടു. ഒരു ദൈവത്തിൻ്റെ കയ്യിൽ കറങ്ങുന്ന സുദർശന ചക്രം പോലെ, കറങ്ങുന്ന തീഗോളം പോലെ എന്ന അതിൻ്റെ അറ്റത്ത് വിളയുടെ വേള ഉള്ളതായിരിക്കാം ദീപങ്ങൾ കൊണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം അന്ന് പ്രചാരം നേടുകയും വേദവ്യാസൻ മഹാഭാരതം എഴുതിയപ്പോൾ ശ്രീകൃഷ്ണനെ കൊണ്ടുവന്ന നേരം ഇത് സുദർശന ചക്രം താൽ ശ്രീകൃഷ്ണൻ സകല ദുഷ്ടരെയും വധിക്കുന്നതും നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിലൂടെ പോകുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം 2:1 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻപിൽ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന യേശുനാഥനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യേശുനാഥൻ്റെ കൈവിരലുകളിലിരിക്കുന്ന 7 നക്ഷത്രങ്ങൾ സൂര്യന്മാർ തന്നെ. 7 ഭൂമി ചുറ്റുന്ന 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ 7 പർദീസ തന്നെ. പ്രിയപ്പെട്ട ഈ പർദീസയിൽ നിന്നും മാനവർ ഭൂമിയിൽ ചെന്ന് ശുദ്ധീകരപ്പെട്ട് ഭൂമിയിൽ പർദീസിലേക്ക് തന്നെ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പറയുന്നു സൂര്യന്മാർ ചലിക്കുമോ എന്നാണെങ്കിൽ ശാസ്ത്രം പറയുന്നു സൂര്യഗണങ്ങളെല്ലാം ഒരു ബ്ലാക്ക് ഹോൾ, ഒരു കറുത്ത കർത്തത്തെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ശാസ്ത്രം പറഞ്ഞതും സർവ്വമതങ്ങൾ പറഞ്ഞതും നാം പറഞ്ഞതും കണ്ടതും കേട്ടതും എല്ലാം ഒന്ന് തന്നെ. ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ഒരു നിത്യാനന്ദമുണ്ട് പ്രിയപ്പെട്ടവരെ. അനാദിയായി അനന്തത പോലെ നമുക്ക് സന്തോഷത്താൽ ആർക്കുവാൻ അവിടെ സാധിക്കുക തന്നെ ചെയ്യും. പരന്താതനെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.